ആദ്യം ഞാൻ ഇയാളെ കുറിച്ച് കേട്ടപ്പോൾ ഞാൻ വിചാരിച്ചത് ഇയാളൊരു മണ്ടനാണെന്നാണ്. പിന്നെ കൂടുതൽ ഇയാളെ കുറിച്ച് പഠിച്ച സമയത്താണ് എനിക്ക് മനസ്സിലായത് ഇയാളൊരു മണ്ടനല്ല, ഒരു എക്സ്ട്രീംലി സൈക്കോ ആണ്. കാരണം ഒരാളുടെ വ്യക്തിത്വത്തിന് യാതൊരു വിലയും കൊടുക്കാതെ ഞാൻ എന്ത് പറയുന്നു അത് മാത്രം ഈ രാജ്യത്ത് അനുസരിച്ചാൽ മതി എന്നുള്ളൊരു ബ്രൂട്ടൽ ചിന്താഗതിയുള്ള ഒരു മനുഷ്യനാണ് കിം ജോങ് ഉൻ. നമുക്ക് മനസ്സിലാക്കാം ഉത്തര കൊറിയയിലെ അഥവാ നോർത്ത് കൊറിയയിലെ വിചിത്രമായ അധികം ആർക്കും അറിയാത്ത കുറച്ച് നിയമങ്ങൾ. അതിൽ ഒന്നാമത്തെ കാര്യമാണ്, ബൈബിളോ ഖുറാനോ നിങ്ങൾ കൈവശം വെക്കുകയോ ആരാധന നടത്തുകയോ ചെയ്താൽ നിങ്ങൾ അവിടുത്തെ രാജ്യദ്രോഹിയാണ്. നിങ്ങൾ മാത്രമല്ല, ഒരുപക്ഷെ നിങ്ങളുടെ അടുത്ത 3 തലമുറകളടക്കം ജയിലിൽ കഴിയേണ്ടി വരും. 2, നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ നിങ്ങളുടെ ഹെയർ കട്ട് നിങ്ങൾക്ക് ചെയ്യാൻ സാധിക്കില്ല. ഗവൺമെന്റ് അലോ ചെയ്ത ഏകദേശം 28ഓളം തരം ഹെയർ കട്ട് സ്റ്റൈൽസ് ഉണ്ട്. അത് മാത്രമാണ് നിങ്ങൾക്ക് അവിടെ ഫോളോ ചെയ്യാൻ സാധിക്കുന്നത്. ഇനി അഥവാ ആരെങ്കിലും കിം ജോങ് ഉന്നിന്റെ ഹെയർ സ്റ്റൈൽ ഫോളോ ചെയ്യുകയാണെങ്കിൽ പിന്നെ നിങ്ങൾക്ക് ഹെയർ സ്റ്റൈൽ അനുകരിക്കാൻ വേണ്ടിയിട്ട് അങ്ങനത്തെ ഒരു തല ഉണ്ടാകില്ല. 3, ആരും നീല ജീൻസ് ഉപയോഗിക്കരുത്. നീല ജീൻസ് ഉപയോഗിക്കുന്നത് കൂടുതലായിട്ട് യൂറോപ്യൻസ് ആണ്. അതുകൊണ്ട് തന്നെ ആരെങ്കിലും നീല ജീൻസ് ഉപയോഗിക്കുകയാണെങ്കിൽ അത് വലിയൊരു തെറ്റാണ് നോർത്ത് കൊറിയയിൽ. 4, നിങ്ങളൊരു തെറ്റ് ചെയ്താൽ നിങ്ങൾ മാത്രമല്ല, ഏകദേശം നിങ്ങളുടെ 3 തലമുറകളോളം ജയിലിൽ കഴിഞ്ഞ് നരകിക്കേണ്ടി വരും. 5, നിങ്ങൾ ഹോളിവുഡ് മൂവീസോ ഹോളിവുഡ് സോങ്സോ അതുപോലെ തന്നെ സൗത്ത് കൊറിയയുടെ പാട്ടുകളോ സിനിമകളോ അങ്ങനെ എന്തെങ്കിലും സിനിമകളോ സീരീസുകളോ മ്യൂസിക്കോ എന്തെങ്കിലും നിങ്ങൾ കാണുകയോ കേൾക്കുകയോ ചെയ്താൽ അത് വലിയൊരു രാജ്യദ്രോഹ കുറ്റമാണ്. നിങ്ങളുടെ മാത്രമല്ല നിങ്ങളുടെ ഫാമിലിയുടെയും തലമുറയുടെ കാര്യത്തിൽ ഒരു തീരുമാനമായി. ലോകത്തിൽ ഏറ്റവും കൂടുതൽ നരകിക്കുന്ന ജനങ്ങളുള്ള ഒരു രാജ്യമാണ് ഉത്തര കൊറിയ. കാരണം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ വ്യക്തിത്വത്തിന് യാതൊരു വിലയുമില്ല. ഭരണാധികാരി എന്ത് പറയുന്നോ അതനുസരിക്കുക, അല്ലാതെ വേറെ വഴിയൊന്നും അവിടെയില്ല.